അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തും അടക്കപ്പെട്ടിരിക്കുന്നവർ എവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, ബഹുമാന്യനായ ഇമാം സുയൂത്തി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ജാമിഉൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഉമാറത്ത് ബിൻ ഖുസൈമത്ത് ബിൻ സാബിത്ത് എന്ന് പറയുന്ന വ്യക്തി, ആ മഹാനവർകൾ പറയുന്നു, ഞാൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നതായിട്ട് കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു എന്റെ പിതാവ്, അതായത് ഉമാറത്ത് എന്നവരുടെ പിതാവ് ഖുസൈമ എന്നവരോട് ഉമർ റളിയല്ലാഹു അൻഹു എന്റെ വാപ്പയോട് സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്റെ വാപ്പയാകുന്ന ഖുസൈമയോട് ചോദിച്ചത്, മാ യംനഉക അൻ തഗ്രിസ അർളക, നീ എന്താ നിന്റെ ഭൂമിയിൽ കൃഷി ചെയ്യാത്തത്? ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാർഷിക വിപ്ലവത്തിന്റെ ആളായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാം അറേബ്യയുടെ, മദീനയുടെ, മക്കയുടെ അതിർവരമ്പുകൾക്ക് വെളിയിലേക്ക് വ്യാപിച്ചതും ലോകത്ത് അന്നുണ്ടായിരുന്ന പ്രബലമായ സാമ്രാജ്യങ്ങളിലേക്ക് ഇസ്ലാം എത്തപ്പെടുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില പിൽക്കാലത്ത് സംഭവിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചതൊക്കെ ഉമറിന്റെ കാലഘട്ടത്തിലാണ്. ഈ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഈ അമാറ എന്നവരുടെ പിതാവ് ഹുസൈമയോട് ചോദിച്ചതാണ്, താങ്കൾ എന്താ കൃഷി ചെയ്യാത്ത താങ്കളുടെ ഭൂമിയിൽ ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ആളിനെ അറിയാം, ഭൂമി ഉണ്ടെന്നറിയാം, കൃഷി ചെയ്യാൻ അറിയുന്ന ആളാണെന്നും അറിയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. എൻ്റെ വാപ്പ ബഹുമാനായ ഉമാറ റളിയല്ലാഹു അൻഹു പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ എൻ്റെ വാപ്പ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അന ശൈഖുൻ കബീറുൻ അമൂത്തു ഗദ, ഞാന് വലിയ പ്രായമുള്ള വൃദ്ധനായ ഒരു മനുഷ്യനാണ്, ഞാൻ ഏത് നിമിഷം മരിച്ചു പോകാം, വളരെ താമസിയാതെ തന്നെ എനിക്ക് മരണം എന്നെ പിടിപെട്ടേക്കാം, അങ്ങനെയുള്ള ഞാൻ ഇനി ഒരു കൃഷിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇത്രേ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഅ്സിം അലൈക്, ഞാൻ തറപ്പിച്ച് ഉറപ്പിച്ച് താങ്കളോട് പറയുന്നു, ലതഗ്രിസന്നഹ, നീ കൃഷി ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി വലിയ പ്രായമൊക്കെ ആയല്ലോ, അപ്പൊ ഇനി വലിയ ആയുസ്സൊന്നും എനിക്കില്ല, പെട്ടെന്ന് എനിക്ക് മരണം സംഭവിച്ചേക്കാം, സാധാരണഗതിയിൽ ഞാൻ വൃദ്ധനായി, ഇനി വലിയ പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ്, പ്രായം ഒരുപാടായി, ഇനിയിപ്പോൾ ഒരു കൃഷിയിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യം എന്ത് എന്ന് സ്വാഭാവികമാണത്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോരാ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, താങ്കൾ കൃഷി ചെയ്തേ പറ്റൂ എന്ന് പറയുക മാത്രമല്ല, ഈ മകനാകുന്ന ഉമാറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ വാപ്പയോട് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തെന്ന് അറിയോ, ഫലഖദ് റഅയ്തു ഉമർ ബിൻ ഖത്താബ് യഗ്രിസുഹാ ബിയദിഹി മാ അബി, ഉമർ ബിൻ ഖത്താബ് എന്റെ വാപ്പയുടെ കൈ ഇങ്ങനെ പിടിച്ചു, വരി, നിങ്ങൾ പറഞ്ഞ ശരിയല്ല, എന്റെ കൂടെ വരാൻ പറഞ്ഞു. ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ ആ പറമ്പിൽ ഒരു കുഴിയെടുത്ത് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിരുന്ന എന്തോ ഒരു സാധനം, കൃഷിയുടെ ഭാഗമായിട്ട് ആ പിതാവിനെ, വളരെ വാർദ്ധക്യം ചെന്ന മനുഷ്യനെ ഇങ്ങനെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ട് എന്ത് ചെയ്യുന്നറിയുമോ, ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് മണ്ണിങ്ങനെ മാറ്റി, മേൽപ്പുറത്തെ മണ്ണ് മാറ്റിയിട്ട് കൃഷി നടാനായിട്ട് ഉദ്ദേശിച്ച് എന്താണോ അതിനെ നട്ട് കാണിച്ചു കൊടുക്കാനുണ്ടായത്. ഇത് ബഹുമാന്യനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അവിടെ പ്രായം കൊണ്ട് വളരെ മുന്തി നിൽക്കുന്ന ഒരാള് കൃഷിയുടെ മേഖലയിൽ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, ഞാനിനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് ഇതിലേക്ക് പുറകെ നടക്കേണ്ട ആവശ്യകത എന്ത്, നമ്മളും അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് പലപ്പോഴും, ഞാനിപ്പോൾ അതൊക്കെ ചെയ്യണോ പല വിഷയങ്ങളിലും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രായമല്ല, ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് അവസരം കിട്ടിയാൽ, പ്രായവും അവസരവും രണ്ടാണ്. പ്രായം ഉണ്ടായാലും അവസരം കിട്ടണമെന്നില്ല. അവസരം കിട്ടിയാൽ അവിടെ നമ്മൾ പ്രായമല്ല നോക്കേണ്ടത്, ആ അവസരത്തെ ഉപയോഗപ്പെടുത്തണം. അപ്പൊ കൃഷിക്ക് അനുകൂലമായ ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്, അതിനെ താങ്കൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞ വൃദ്ധനായ മനുഷ്യനെ കൈപിടിച്ചു കൊണ്ടുപോയി ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ അവിടുത്തെ മുബാറക്കായ കരങ്ങൾ കൊണ്ട് ആ നടാൻ ഉദ്ദേശിച്ച സ്ഥാനത്തെ നട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മാതൃകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കൃഷിയോട് കാണിച്ച വലിയൊരു താല്പര്യം, ഒരു ഖലീഫയാണ്,
ആ മഹാനവറുകൾ കൃഷിയോട് കാണിച്ച വലിയൊരു താല്പര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് കൃഷിയെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് കൃഷിയെ പറ്റി പറയുന്നത്. അൽഹംദുലില്ലാഹ് നമുക്ക് ഇന്ന് വൈകുന്നേരം നമ്മുടെ മഹല്ല കോർഡിനേഷന്റെ കീഴിൽ മംഗലപുരം ജംഗ്ഷനിൽ നമ്മളൊരു പ്രതിഷേധ റാലി, ഒരു പ്രതിഷേധ സംഗമം, അതായത് ഡൽഹിയിലെ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയൊരു സമരമെന്നല്ല, പ്രതിഷേധമാണല്ലോ അവിടെ നടക്കുന്നത്, പ്രക്ഷോഭമാണല്ലോ നടക്കുന്നത്. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന കർഷകർക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് വൈകുന്നേരം 4:30 നമ്മൾ മംഗലപുരത്ത് 27ഓളം വരുന്ന ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുകയാണ്. 4:30 മണിക്ക് തുടങ്ങി 5 മണിക്ക് അവസാനിക്കും. അതിൻ്റെ ഇടയിൽ ആ 4:30 മണി മുതൽ 5 മണി വരെ രാധാകൃഷ്ണൻ കുന്നുംപുറം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് വളരെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്താണ് സംസാരിക്കാൻ കിട്ടും. അതിൽ ചില അനുഭവങ്ങൾ കൂടി പറയുന്നെങ്കിൽ അതും കൂടെ അങ്ങ് പറയാം. അതിൽ സംസാരിക്കുന്നതിന് വേണ്ടി കോണ്ടാക്ട് ചെയ്തപ്പോൾ ചില കൃഷി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ചിലരെ നമുക്ക് കിട്ടി. സംസാരിക്കാൻ അറിയുന്നവരാണ്. ഞാൻ അവരെ വിളിക്കുമ്പോൾ ഈ പള്ളിയിൽ വെച്ചാണ് വിളിക്കാൻ പറഞ്ഞു സംസാരിക്കാം, ഞാൻ വന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കൃഷി സമീപനങ്ങളെയും നയങ്ങളെയും വളരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കും. പക്ഷെ അത് എൻ്റെ ഔദ്യോഗിക മേഖലയെ കാര്യമായി ബാധിക്കും. അതുകൊണ്ട് മാഷെ എന്നെ ഒഴിവാക്കി തരണമെന്ന്. പലർക്കും സംസാരിക്കാനും പേടിയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ ആ ഒരു ധാർഷ്ട്യത്തിന്റെ മുമ്പിൽ തൻ്റെ ഭാവി പ്രശ്നമാകുമോ ചിന്തിച്ചുകൊണ്ട് പലരും മാറി നിൽക്കുന്നു. ആ സമയത്താണ് നമുക്ക് ഈ സഹോദരനെ കിട്ടിയത്. അൽഹംദുലില്ലാഹ് നല്ലതുപോലെ വിഷയത്തെ ആസ്പദമാക്കി വേറെ സംസാരം ഒന്നുമില്ല. വേറെ ഒരു സദസ്സിനകത്ത് ഔപചാരികമായ ഒരു പരിപാടിയില്ല. നമ്മുടെ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. ആ സമയത്ത് പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവർക്കും അവിടെ യാത്രക്കാരായിട്ട് വന്നു പോകുന്നവർക്ക്, ഇത് കാണാൻ ശ്രമിക്കുന്നവർക്കൊക്കെ കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഇദ്ദേഹം ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്നു. ഇപ്പോഴത്തെ കാർഷിക നയവും അതിന്റെ അപകടങ്ങളും എന്താണെന്ന് തുറന്നു കാട്ടുന്ന ഒരു പരിപാടിയായിരിക്കും. അൽഹംദുലില്ലാഹ് ഇത് കേരളത്തിലൊരു കാർഷിക വിപ്ലവത്തിന് അല്ലെങ്കിൽ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റു പലരും രംഗത്ത് വരുന്നതിന് കാരണമാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. നിയന്ത്രണം ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് കാണുകയൊക്കെ ചെയ്യാലോ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ? കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്? ഇല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തും അടക്കപ്പെട്ടേക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികളെ അവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മളിവിടെ പറഞ്ഞ ഈ ഇൽമിന്റെ പ്രതിഫലം അവർക്ക് കൂടി അല്ലാഹു നൽകി അവരുടെ ഖബറിനെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.